ഈ 90% അപ്പോൾ ട്രേഡേഴ്സ് ലോസിലായിട്ട് പോലും എന്നിട്ട് നമ്മൾ ആളുകൾ വലിയ രീതിയിൽ ഗ്രീഡ് ചെയ്തിട്ട് പിന്നെയും ഗ്രീഡി ആയിട്ട് പിന്നെയും ട്രേഡിങ്ങിലേക്ക് പോകുന്നുണ്ട്, റിസ്ക് ഒന്നും മാനേജ് ചെയ്യാതെ പോകുന്നുണ്ട്. അങ്ങനെ ആ തരത്തിൽ വലിയ ലോസ്. അതിൻ്റെ ഒക്കെ പുറം ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് റീസെൻ്റ്ലി വലിയ രീതിയിൽ ടാക്സും അപ്ലൈ ചെയ്തല്ലോ. അതായത് പോസ്റ്റ് കോവിഡ് അവർ ക്രിപ്റ്റോ ട്രേഡിങ്ങിലൊക്കെ വലിയ രീതിയിൽ ടാക്സ്. അതൊക്കെ ശരിക്കും ട്രേഡിങ്ങിനെയും ഇതിനൊക്കെ ഏതൊക്കെ തരത്തിലാണ് ബാധിച്ചിട്ടുണ്ടാവുക? ടാക്സ് ഇപ്പം ഇന്ത്യയിൽ ഇപ്പം ക്രിപ്റ്റോ ആയിക്കോട്ടെ ഇതിനൊക്കെ ആയിക്കോട്ടെ, ഇനീഷ്യലി അത് വന്ന സമയത്ത് അത് ഭയങ്കര ഇല്ലീഗൽ ആയിട്ടുള്ള സാധനമായിരുന്നു. പിന്നെയാണ് എന്താ പറയുക, ഇത് ആൾക്കാർ അങ്ങനെ വിട്ട് കളയൂല എന്ന് ആൾക്കാർക്ക് ഗവൺമെന്റിന് മനസ്സിലായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള ടാക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്തു. പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്ത ടാക്സ് എന്തായിരുന്നു, നമ്മൾ ലോസ് ചെയ്താലും പ്രോഫിറ്റ്. ഇപ്പം നമ്മളൊരു ബിറ്റ് കോയിനിൽ ട്രേഡ് എടുത്ത് 10,000 രൂപ പ്രോഫിറ്റ് മേക്ക് ചെയ്തു. നമ്മൾ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 10,000 നമ്മൾ ഇത് കൊടുത്താൽ മതി. അതേസമയം നമ്മൾ എത്രത്തിൽ നമ്മൾ ഇതെടുത്ത് ലോസ് വന്നു 5,000 രൂപ ലോസ് വന്നു. നമ്മുടെ നെറ്റ് എത്രയാ, 5,000 ആണ് നമ്മുടെ നെറ്റ് അല്ലേ. നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് ഇതിനാ 5,000 നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് യൂഷ്വലി പറയുവാണെങ്കിൽ. പക്ഷെ നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്, 15 നമ്മൾ ടാക്സ് കൊടുക്കണം. ലോസിനും പ്രോഫിറ്റിനും കൊടുക്കണം. ലോസ് ഈതർ ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ് നമ്മൾ കൊടുക്കണം.